AVG വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളീയർക്ക് ഏറെ സുപരിചിതമല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കാമെന്ന് ഞാൻ കരുതുന്നത്. പക്ഷേ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിയുടെ താണ്ഡവമാടുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സംഭവിക്കാറുണ്ട്. അഗ്നിപർവ്വതങ്ങൾ കേരളീയർക്ക് സുപരിചിതമല്ല, ഇന്ത്യയിലും ജനങ്ങൾക്ക് സുപരിചിതമല്ല. പക്ഷേ ഒരുപാട് പ്രദേശങ്ങളിൽ ഈ അഗ്നിപർവ്വതങ്ങൾ വൻ നാശമാണ് വിധിക്കുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടുകളായി നമുക്ക് ഭൗമ പ്രതിഭാസങ്ങളോ അല്ലെങ്കിൽ ദുരന്തങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പോലെയുള്ള വൻ ദുരന്തത്തെ നേരിട്ടുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അഗ്നിപർവ്വതങ്ങൾ നമുക്കറിയാം, കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭയോടുകൂടി അന്തരീക്ഷത്തിലേക്ക് അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ അത് ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. കാരണം ഈ അഗ്നിപർവ്വതങ്ങളിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന ലാവ, ആ ലാവ ചിലപ്പോൾ കിലോമീറ്ററുകളോളം ഒഴുകി നിരവധിയായിട്ടുള്ള കൃഷിയിടങ്ങൾ ഈ ലാവാ ഫ്ലോയിൽ മൂടിപ്പോകും. അത് പിന്നീട് പാറക്കെട്ടുകളായി മാറും. ഇപ്പോൾ കൃഷിയിടങ്ങളുടെ മുകളിൽ പാറക്കെട്ടുകൾ രൂപം കൊള്ളുന്ന ലാവാ ഫ്ലോ ഉണ്ടാവാം. ലാവയുടെ സാന്ദ്രത അനുസരിച്ച് ലാവ കൂടുതൽ ദീർഘദൂരം ഒഴുകാം, അല്ലെങ്കിൽ ചെറിയ ദൂരം ഒഴുകാം. അപ്പോൾ ഈ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ചില പ്രദേശങ്ങളിൽ നമുക്കറിയാം ഒരു കോൺ ഷേപ്പിൽ ഭൂപ്രദേശം പൊങ്ങുന്നത് കാണാം. ഒരു കോണിൻ്റെ ആകൃതിയിൽ അഗ്നിപർവ്വത കോണുകൾ രൂപം കൊള്ളും. ആ കോണുകളുടെ മുകൾ ഭാഗത്തു നിന്നും പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിലേക്ക് വരും. അപ്പം ലാവയുടെ ഈ അഗ്നിപർവ്വതങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമുക്കറിയാം, പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിലേക്ക് ബഹിർഗമിക്കുന്നു. അപ്പോൾ തന്നെ ആ പ്രദേശങ്ങളിലുള്ള കൃഷിയിടങ്ങളിലുള്ള ആൾക്കാരൊക്കെ കൃഷി അവസാനിപ്പിച്ച് അഗ്നിപർവ്വത സ്ഫോടനം എന്ന് സംഭവിക്കും എന്ന് കരുതി കണക്കുകൾ കൂട്ടി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും. അപ്പോൾ അഗ്നിപർവ്വതങ്ങൾ വൻ കൃഷിസ്ഥലങ്ങളെ നാമാവശേഷമായി വലിച്ചെറിയുന്നു, കൃഷിയെ നശിപ്പിക്കുന്നു. ലോകത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് അത് നീങ്ങുന്നു. അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്ന വേളയിൽ നമുക്കറിയാം, ആ അഗ്നിപർവ്വതത്തിന് ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ പോലും 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡൊക്കെയാണ് ചൂട്. അതുകൊണ്ട് അഗ്നിപർവ്വതങ്ങളുടെ അടുത്ത് പോവുക അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ അഗ്നിപർവ്വതങ്ങൾ ആകാശത്തിലേക്ക് പൊട്ടിത്തെറിക്കുന്ന സ്ഫോടനം നടക്കുന്ന വേളയിൽ ചക്രവാളങ്ങൾ പോലും ചുമക്കും എന്നാണ് പറയുന്നത്. അത്ര ഉഗ്ര സ്ഫോടനത്തോടു കൂടിയാണ് ഇത് വരിക്കുന്നത്. അപ്പോൾ വലിയ ശബ്ദത്തോടുകൂടി ആണ് ഈ അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്നത്. അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ബഹിർഗമിക്കുന്ന ലാവ, നമുക്കറിയാം ഭൂമിക്കടിയിൽ ലാവയാണ്, പുറന്തോട് പൊട്ടിച്ചാണ് ഈ അഗ്നിപർവ്വതങ്ങൾ ലാവ ബഹിർഗമിക്കുന്നത്. അപ്പോൾ ലാവയുടെ സാന്ദ്രത, അതിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ച് ഒന്നെങ്കിൽ ലാവ ദീർഘദൂരം പരന്നൊഴുകും. അത് വലിയ നാശനഷ്ടങ്ങൾക്കും കേടുപാടുകൾക്കും കെട്ടിടങ്ങൾക്കും കൃഷിസ്ഥലങ്ങൾക്കും ഒക്കെ കേടുപാടുകൾക്ക് കാരണമാകാം. ഇനി സാന്ദ്രത കൂടിയ ലാവയാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അത് അത്ര നീണ്ട ഏരിയയിലേക്ക്, അത്ര ദൈർഘ്യമുള്ള ഏരിയയിലേക്ക് ഒഴുകത്തില്ല. അത് അവിടെ തന്നെ കെട്ടിവിടും. അങ്ങനെ ഈ അഗ്നിപർവ്വതങ്ങളിലെ ലാവ, ബഹിർഗമിക്കുന്ന ലാവ ഉറഞ്ഞ് ഫോം ചെയ്യുന്നതാണ് പാറക്കെട്ടുകൾ. വലിയ പാറക്കെട്ടുകൾ രൂപം കൊള്ളും. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ബസാൾട്ട് എന്ന് പറയുന്ന റോക്ക്, എല്ലാവരും സാറിന് വിളിക്കുന്ന ബസാൾട്ട് എന്നാണ്. ബസാൾട്ടിക് ലാവയാണ് സാധാരണഗതിയിൽ പുറത്തേക്ക് വരുന്നത്. അല്ലാത്ത ലാവയുമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ പൂന ഏരിയയിൽ പണ്ടുകാലത്ത് അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു. അതിനുള്ള തെളിവാണ് അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറപ്പെടുന്ന ലാവ ഉറഞ്ഞ് ഉണ്ടായിരിക്കുന്ന പാറക്കെട്ടുകൾ. അമിഗ്ഡലോയിഡൽ ബസാൾട്ട് എന്നാണ് എന്ന് പറയാം. അതായത് ഒരുപാട് കുഴികളൊക്കെ ഉണ്ട്. ഈ വായുവും ഈ ലാവയ്ക്കകത്തെ വായുവും നീരാവിയും ഒക്കെ പുറത്തേക്ക് പോയിട്ട് ഈ പാറയ്ക്കുള്ളിൽ സർഫസിൽ നമുക്ക് ഒരുപാട് ദ്വാരങ്ങൾ കാണാം. ആ ദ്വാരങ്ങൾ ചിലപ്പോൾ മറ്റ് മിനറൽസ് കൊണ്ട് ഫില്ല് ചെയ്തിരിക്കാം. അപ്പം ഇന്ത്യയിലും ഇതുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുണ്ട്. അതുപോലെ ഈ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്ന ഭൂപ്രദേശങ്ങളും
നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴത്തേക്കും ആ ഭൂപ്രദേശങ്ങൾ അഗ്നിപർവ്വതങ്ങളില്ലാത്ത പ്രദേശങ്ങളായിട്ട് മാറും. അവിടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നേക്കുമായി നിലനിന്നിട്ട് വേറൊരു ഏരിയയിലേക്ക് ഈ അഗ്നിപർവ്വതങ്ങൾ മാറും. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഭൂമിയുടെ പുറന്തോടിങ്ങനെ ഒഴുകി നടക്കുകയാണ്. അപ്പോൾ ഒരു പ്രദേശത്തുള്ള ലാവ വേറൊരു പ്രദേശത്തേക്ക്, അഗ്നിപർവ്വത സ്ഫോടനം വേറൊരു പ്രദേശത്തേക്ക് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ വളരെ ഹുങ്കാര ശബ്ദത്തോടുകൂടി പുറപ്പെടുവിക്കുന്ന ഈ അഗ്നിപർവ്വത സ്ഫോടനം ആ പ്രദേശത്തെ ജനങ്ങളെയെല്ലാം ഒന്നടങ്കം ആശങ്കാകുലരാക്കും. കാരണം ഈ ലാവയുടെ ശക്തിയെക്കുറിച്ചൊക്കെയുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ അങ്ങനെയാണ്, വളരെ വേഗമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും. അപ്പം അഗ്നിപർവ്വതം സ്ഫോടനം നടന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ശക്തി എത്രയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിന് ശേഷം കുറേ നാളത്തേക്ക് വളരെ സൈലൻ്റായിട്ട് ആ ഏരിയ കാണപ്പെടും. പക്ഷേ വീണ്ടും സ്ഫോടനം ഉണ്ടാകാം. ആ സ്ഫോടനങ്ങളുടെ ഫ്രീക്വൻസി ചിലപ്പോൾ 10 വർഷമായിരിക്കാം, ചിലപ്പോൾ 50 വർഷമായിരിക്കാം, ചിലപ്പോൾ 3 വർഷമായിരിക്കാം. അതൊന്നും നമുക്ക് മുൻകൂട്ടി പലപ്പോഴും കാണുവാൻ കഴിയില്ല. ഈ ഭൂകമ്പങ്ങൾ എപ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് അഗ്നിപർവ്വതങ്ങളുടെ ഫ്രീക്വൻസി. അഗ്നിപർവ്വതങ്ങൾ പുകഞ്ഞു തുടങ്ങുമ്പം അഗ്നിപർവ്വതം ഇവിടെ ഉണ്ടാവും, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് പലപ്പോഴും കണക്ക് കൂട്ടാൻ പറ്റാതെ വരും. അപ്പം വലിയ ലാവ 10,000-6,000 ഡിഗ്രി സെൻറ്റിഗ്രേഡുള്ള ലാവ ഇങ്ങനെ തീ തുപ്പുകയാണ്, ഭൂമിയിലേക്ക് തീ തുപ്പുന്ന സംഭവത്തെയാണ് നമ്മൾ അഗ്നിപർവ്വതങ്ങളെന്ന് പറയുന്നത്. അഗ്നിപർവ്വത സ്ഫോടനം നിരവധി ആളുകൾ മരണപ്പെടാൻ കാരണമുണ്ട്. കാരണം ലാവ ഫ്ലോ വളരെ വേഗത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിരവധിയായ ആൾക്കാർക്ക് മരണം സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ വലിയ ഒരു ഭൗമ പ്രതിഭാസമാണ്, സമാനതകളില്ലാത്ത വലിയൊരു ഭൗമ പ്രതിഭാസമാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനം. ഞാൻ അഡാമ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി, ആഫ്രിക്കയിലെ യുനെസ്കോയുടെ ഒരു യൂണിവേഴ്സിറ്റിയാണ്, അവിടെ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഈ അഗ്നിപർവ്വതം ഒന്ന് നേരിട്ട് കാണണമെന്ന് അതിയായ ആഗ്രഹം കാരണം ഹൈദരാബാദിൽ നിന്ന് അവിടെ ജോയിൻ ചെയ്ത ഒരു പ്രൊഫസറും ഞാനും വേറെ അവിടുത്തെ നാട്ടുകാരായ 2-3 പേരും കൂടി ഒരു പാഴ്ശ്രമം നടത്തി. ഞങ്ങൾ രാത്രി 12 മണിക്ക് വനത്തിനുള്ളിലൂടെ പോയാൽ ദൂരെയായിട്ട് കാണാം അഗ്നിപർവ്വതം എന്നുള്ള ഒരു ധാരണയിലാണ് ഞങ്ങൾ നീങ്ങിയത്. പക്ഷേ വനത്തിൽ കയറി കുറച്ചങ്ങ് നീങ്ങിയപ്പോൾ തന്നെ സഹിക്കാൻ അസഹ്യമായ ചൂട്. ആ ചൂട് കാരണം ഞങ്ങൾ ശ്രമം ഉപേക്ഷിച്ച്. അപ്പോൾ അവിടെയുള്ള ലോക്കൽ ആൾക്കാരൊക്കെ പറഞ്ഞു, പോകരുത്, നിങ്ങളുടെ ജീവിതം അപകടത്തിലാണ് എന്നെല്ലാം ഒരുപാട് പേര് ലോക്കൽ ആൾക്കാർ പറയും. കാരണം അവർ പറഞ്ഞ കാര്യം ഇതാണ്, ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കിടയിൽ ചില വലിയ പീസുകൾ, ഇപ്പോൾ ഒരു 6 സെൻറ്റിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെയുള്ള പീസുകൾ, അതിന് പൈറോക്ലാസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. പൈറോക്ലാസ്റ്റുകൾ ഇങ്ങനെ കല്ല് വലിച്ചെറിയുന്നത് പോലെ ചിലപ്പോൾ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരത്തേക്കൊക്കെ വന്ന് പതിക്കും. അത് വലിയ അപകടകരമാണ്. അതോടൊപ്പം ഈ അസഹ്യമായ ചൂടും ഇതെല്ലാം കാരണം ഞങ്ങൾ ഈ എല്ലാവരുടെ അഭിപ്രായമൊക്കെ മാനിച്ച് ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. ദൂരെ ഒരു വെളിച്ചം മാത്രം കണ്ടു, ഒരുപാട് ദൂരെ ഒരു ചെറിയ വെളിച്ചം മാത്രം കണ്ട് മടങ്ങിപ്പോകുന്ന സംഭവം ഞാൻ ഓർക്കും. ഞാൻ ജോലി ചെയ്തിരുന്ന അഡാമ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയൊക്കെ ആ പ്രദേശം മുഴുവൻ ഒരു കാലത്ത് ഒരുപാട് വൾക്കാനോസ് ഉണ്ടായിരുന്ന കാലമാണ്. അവിടെയൊക്കെ മണ്ണിലെല്ലാം ഈ വൾക്കാനിക് ഡസ്റ്റ് എന്ന് പറയും, അതുപോലെയുള്ള വൾക്കാനോയുടെ പൊടികളാണ് അവിടുത്തെ ഭൂമിയിലെല്ലാം കാണുന്നത്. അതുപോലെ ഒരു ഹവാസ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, വലിയ ലോകത്തിലെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അവിടെ ഈ 18ഓളം പഴയ അഗ്നിപർവ്വത കൂമ്പാരങ്ങൾ അതിപ്പം നിർജീവമാണ്. അതിന് മുകളിലുള്ള ഈ കാൾഡറ എന്ന് പറയുന്ന ഈ ഒരു വലിയ കുഴി ഫോം ചെയ്യും ഈ വൾക്കാനോയുടെ ഏറ്റവും മുകളിൽ. അത് പിന്നീട് നിർജീവാവസ്ഥയിലായി കഴിയുമ്പോൾ അതെല്ലാം വെള്ളം നിറഞ്ഞിട്ട് വലിയ ലേക്കായിട്ട് മാറും. അതിൽ ഹവാസായിലെ ഏറ്റവും വലിയ വൾക്കാനോയുടെ 18 കിലോമീറ്റർ റേഡിയസ് ഉള്ള കാൾഡറയാണ്. ആ കാൾഡറയിൽ കൂടെ ബോട്ടിങ്ങും സൗകര്യങ്ങളെല്ലാം ഇന്നുണ്ട്, ഒരുപാട് മത്സ്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഈ 18 ദ്വീപുകൾ, 18 വൾക്കാനിക് ടോപ്പുകൾ ഇന്നിപ്പം വലിയ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാനിത് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു ഓർമ്മ വരുന്നൊരു കാര്യം, നമ്മളൊരിക്കൽ പറഞ്ഞിരുന്നു, അഗ്നിപർവ്വതം പുകഞ്ഞു, ഭൂചക്രവാളം ചുവന്നു, മൃത്യുവിൻ്റെ ഗുഹയിൽ വീണ്ടും പുതിയൊരു രക്തപുഷ്പം വിടർന്നു. വയലാറിൻ്റെ ഒരു പാട്ടാണ്. അതിൽ ഈ മൃത്യുവിൻ്റെ ഗുഹ എന്ന് പറയുന്നതാണ് ഈ വൾക്കാനോയുടെ ടോപ്പിലുള്ള ക്രേറ്റൺ എന്ന് പറയുന്നത്. അതാണ് വെള്ളമൊക്കെ നിറഞ്ഞിട്ട് ലേക്കായിട്ട് മാറുന്നത്. അപ്പം മൃത്യുവിൻ്റെ ഗുഹയിൽ വീണ്ടും പുതിയൊരു രക്തപുഷ്പം വിടുന്നു. കാരണം ഈ ലാവ പ്രവഹിക്കുമ്പോൾ രക്തതുല്യമായിട്ടുള്ള വളരെ ചുവന്ന കളറോടുകൂടി ആണ് ഇത് പോകുന്നത്. അപ്പം
കഴുക ഹേ കഴുക താഴ്ന്നു പറഞ്ഞ് ഈ മുത്തിനെ കഴുകിനെടുത്തു എന്നൊക്കെ പറയുന്നത് വൾക്കാനോ ഒരു ഇമേജ് ആയിട്ട് വെച്ചിട്ടാണ് സത്യൻ്റെ ഒരു വാഴ്വേമായും സിനിമയിൽ ഈ വയലാർ എഴുതി. ഞാനങ്ങ് ഓർത്തു പോയെന്നേ ഉള്ളൂ. പലപ്പോഴും ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ വിദ്യാർത്ഥികളെ ഈ പാട്ടുമൊക്കെ പാടി കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക പ്രദേശം വൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്നത് ലോകത്തിലെ ഒരു ഭയങ്കര വലിയ ഒരു പ്രതിഭാസമാണ്, സമാനതകളില്ലാത്ത പ്രതിഭാസമാണ്. വൾക്കാനിക് ഇറപ്ഷന് നടക്കുമ്പോൾ അത് ഞാൻ ആ പ്രദേശത്തൊക്കെയുള്ള ജനങ്ങളിങ്ങനെ നിരന്തരമായി പ്രകൃതി ദുരന്തങ്ങളോട് മല്ലിട്ടാണ് അവർ ഓരോ ദിവസവും മുന്നോട്ട് ജീവിക്കുന്നത്. ഇപ്പം ഈ അഗ്നിപർവ്വത സ്ഫോടനം എനിക്ക് തോന്നുന്നത് ലോകത്തിലുള്ള ഭൗമ പ്രതിഭാസങ്ങളിൽ ഏറ്റവും മനുഷ്യരെ അമ്പരിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിൻ്റെ ഇറപ്ഷൻ വരുന്ന സമയത്ത് ഈ എന്താണ് നമ്മുടെ ജെറ്റ് പ്ലെയിനൊക്കെ പോകുന്ന സ്പീഡിലാണ് ഇതിനകത്തുനിന്ന് മെറ്റീരിയൽ പുറത്തേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അതിന് പലപ്പോഴും ഓരോ പ്രദേശത്തുമുള്ള ലാവ വ്യത്യസ്തമായിരിക്കും, അതിനകത്തെ കണ്ടൻറ്റ് വ്യത്യസ്തമായിരിക്കും. ഒരുപാട് ഡീപ്പായിട്ടുള്ള പ്രദേശത്ത് വരുന്ന ലാവയാണെങ്കിൽ അതിനകത്ത് മെറ്റാലിക് കണ്ടൻറ്റ് ചിലപ്പോൾ ഗോൾഡ് പോലെയുള്ള ഡെപ്പോസിറ്റുകൾ വരെ വരാം. അത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ എവിടെ നിന്നാണ് ഈ ലാവ പുറത്തേക്ക് പ്രവഹിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ ഭൗമ പ്രതിഭാസം നമ്മുടെ ഭൂമി ഞാനൊരിക്കൽ സൂചിപ്പിച്ചു. ഭൂമി ഒരു ഡൈനാമിക് ബോഡിയാണ്, നിശ്ചലമായ ഒരു ബോഡിയല്ല. ഈ ഭൂമി എപ്പോഴും അതിൻ്റെ പ്രതലം തെന്നി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള തെന്നിമാറലുകൊണ്ട് ലോക മുന്നോട്ട് പോകും തോറും വർഷങ്ങൾ കഴിയുമ്പോൾ ജിയോളജിക് ടൈമിൽ ഈ പ്രതിഭാസങ്ങളൊക്കെ മാറുകയും വേറെ സ്ഥലങ്ങളിൽ എത്താം. ഇനിയിപ്പോൾ ഇന്ത്യയിൽ അഗ്നിപർവ്വതങ്ങളില്ലെന്ന് പറഞ്ഞു, ചിലപ്പോൾ ഒരു മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പം ഇന്ത്യ അഗ്നിപർവ്വതങ്ങളുടെ നാടായിട്ട് മാറാം. അതിനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബിക്കോസ് എർത്ത് എന്ന് പറയുന്ന ഭൂമി എന്ന് പറയുന്നത് ഹൈലി ഡൈനാമിക് ആയിട്ടുള്ളൊരു ബോഡിയാണ്, എപ്പോഴും ചേഞ്ചസിന് വിധേയമാണ്. നമുക്ക് തോന്നും നമ്മൾ താമസിച്ച സ്ഥലത്ത് തന്നെയാണ് ഇന്നും നാളെയൊക്കെ നമ്മൾ താമസിക്കുമെന്ന് തോന്നും. പക്ഷേ അക്ഷാംശവും രേഖാംശവും നോക്കുമ്പോൾ 2 മില്ലിമീറ്റർ 3 മില്ലിമീറ്റർ വെച്ച് ഓരോ ദിവസവും നമ്മളെ താമസ സ്ഥലമൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു സത്യമാണ്, ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള സത്യമാണ്.